Good afternoon, all. First of all, congratulations to the new office bearers of KFME. ഞാൻ മലയാളത്തിൽ പറയാം, കാരണം വയനാട്ടിൽ നടന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു മദർ ടങ്ങിലാകുമ്പോൾ ആ ഒരു ഇമോഷൻസും കൂടി നമുക്ക് ഉൾക്കൊണ്ടിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പം മലയാളം അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ത്രൂ ദ സ്ലൈഡ്സ്. ഈ ഒരു പിക്ചർ നമ്മുടെ വയനാട് മുണ്ടക്കയിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതും അതിൻ്റെ ഒരു ഇഫക്റ്റ് ബാധിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ചൂരൽമല. മുണ്ടക്കയിലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ്, അത് കാടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു പ്രദേശമായിരുന്നു. അവിടെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അവിടെ നിന്നാണ് നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സിംഗിൾ ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ഡിസാസ്റ്റർ സംഭവിച്ചത്. സെക്കൻഡ് പിക്ചറിൽ നമ്മുടെ ഒരു ഏരിയൽ വ്യൂവും കൂടിയാണ്. ഡിസാസ്റ്റർ സംഭവിച്ചത് ജൂലൈ 30 ഏർലി മോർണിംഗ് ഒരു 1:30 മുതലാണ് ആ ഒരു ഡിസാസ്റ്ററിൻ്റെ ആരംഭം തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു ലാൻഡ് സ്ലൈഡ് വന്നത് വളരെ ചെറിയൊരു ലാൻഡ് സ്ലൈഡും അതിൻ്റെ ഭാഗമായിട്ട് വെള്ളവും അതേപോലെ തന്നെ ബൗളേഴ്സും ഒക്കെ ഒരുപാട് വന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നിന്ന് അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡ് അത്യാവശ്യം നല്ലൊരു ലാൻഡ് സ്ലൈഡും കൂടുതൽ കാഷ്വാലിറ്റീസ് നമുക്ക് ഉണ്ടായത് രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിലാണ്. നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് 600ഓളം വീടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 86,000 സ്ക്വയർ മീറ്റർ ലാൻഡ് ഏരിയ ആണ് നമുക്കത് ഉപയോഗം അല്ലാത്ത രീതിയിൽ മാറിപ്പോയത്. 8 കിലോമീറ്റർ ദൂരെ നമുക്ക് ലാൻഡ് സ്ലൈഡ് സംബന്ധിച്ചിട്ടുള്ള ഡെബ്രിസസുകൾ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 48 കിലോമീറ്റേഴ്സിൻ്റെ അപ്പുറം ചാലിയാർ പുഴയിൽ നിന്ന് നമുക്ക് ബോഡി റിമൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 400-ൽ പരം ജീവനുകൾ എടുത്തു എന്നുള്ളതാണ് ലാൻഡ് സ്ലൈഡ് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ. പക്ഷേ എത്രത്തോളം മരണം സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബോഡി പാർട്സും അതുപോലെ തന്നെ ഹോൾ ബോഡി ആയിട്ട് നമുക്ക് മോർ ദാൻ 400 ആണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര ടോട്ടൽ ഡെത്ത് ഇത്രയാണെന്നുള്ളത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ 47ഓളം ആളുകൾ സ്റ്റിൽ മിസ്സിംഗ് ആയിട്ട് നിൽക്കുക. നമ്മുടെ വയനാട് ജില്ലയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോസസ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു 2:15 ആകുന്ന സമയത്ത് നമ്മുടെ DOCൻ്റെ ഒരു കോള് DMO എന്നുള്ള രീതിയിൽ എനിക്ക് വരുന്നു. പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേജർ ഹോസ്പിറ്റൽസിനെ എല്ലാം അലേർട്ടാക്കണം. അതേപോലെ തന്നെ FHC മേപ്പാടിയെ അലേർട്ടാക്കണം. ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അലേർട്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ അലേർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് വരണമെന്ന് ചോദിച്ച സമയത്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞത് നിങ്ങൾ വരണ്ട, നിങ്ങൾ കാഷ്വാലിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും. നമ്മുടെ മേജർ ആശുപത്രികളെയൊക്കെ അലേർട്ട് ചെയ്ത സമയത്ത് ഒരു ഫസ്റ്റ് കോളിൽ തന്നെ എല്ലാ മേജർ ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരും അതേപോലെ തന്നെ DHSഉം കോൾ അറ്റൻഡ് ചെയ്യുകയും വേണ്ട കാര്യങ്ങൾ അവരുടെ ആശുപത്രികളിൽ അവർ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു വ്യാപ്തി നമുക്കറിയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിൻ്റെ സമയത്ത് വീണ്ടും DOCന്ന് കോൾ വരുന്നു. ഒരു അത്യാവശ്യം നല്ല ഹെവി ലാൻഡ് സ്ലൈഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ DMOയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി DMO ഡോക്ടർ ദാഹർ, അതുപോലെ തന്നെ DPM, പിന്നെ ഫോറൻസിക് സർജൻ ഡോക്ടർ അജിത്ത് ഉൾപ്പെടെയുള്ള ടീം FHC മേപ്പാടിയിലേക്ക് ചെല്ലുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്ക് എന്തൊരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ആക്ഷൻ പ്ലാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ DOCൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ട്രെയിനിങ്സ് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മളൊരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമ്മൾ DOCൻ്റെ മാർഗനിർദ്ദേശത്തിന് അനുസരിച്ച് നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അത് നമ്മൾ താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആദ്യം തന്നെ. പിന്നെ ആളുകൾക്ക് പുറത്തുള്ള പബ്ലിക്കിനാണെന്നുണ്ടെങ്കിലും ഒഫീഷ്യൽസിനാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കൺട്രോൾ സെല്ല് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം കാഷ്വാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി വിവരങ്ങൾ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം എവിടെ ചെയ്യും എന്നുള്ളത്. വയനാട് ജില്ലയിൽ 3 സ്ഥലത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട്, രണ്ടാമത് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി, മൂന്നാമത് വൈത്തിരി താലൂക്ക് ആശുപത്രി.
ഈ 3 സ്ഥലത്തേക്കും അവിടെ നിന്നും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പം FSC മേപ്പാടിയിൽ തന്നെ നമുക്കൊരു പോസ്റ്റ്മോർട്ടം യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് മിനിസ്റ്ററുടെ ഒരു ഡയറക്ഷനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഐസൊലേഷൻ വാർഡ് സെറ്റപ്പ് ചെയ്തത് നമ്മുടെ FSC മേപ്പാടിയിലായിരുന്നു. 10 ബെഡഡ് ഐസൊലേഷൻ വാർഡാണ്. ആ 10 ബെഡഡ് ഐസൊലേഷൻ വാർഡിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുകയും അത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയിച്ച സമയത്ത് മിനിസ്റ്റർ അത് ഓക്കെ പറയുകയും നമ്മളവിടെ ഒരു വിതിൻ ഹാഫ് ആൻ അവർ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ വരുന്ന പേഷ്യൻസിൽ 2 കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആണുള്ളത്. ഒന്ന് മൈനർ ഇഞ്ചുറീസ് ആയിട്ടുള്ളതും ഒന്ന് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു. ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ GH കൽപ്പറ്റയിലേക്കും അതേപോലെ തന്നെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കും വിടാൻ വേണ്ടിയിട്ടായിരുന്നു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ നിർദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് ആ 2 ആശുപത്രികളാണ് പ്രിഫർ ചെയ്തത്. പിന്നെയുള്ളത് വയനാട് ജില്ലയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും ചെറിയ ജില്ലയാണ്, ഏറ്റവും HR കൺസ്ട്രെയിൻസ് ഉള്ള ജില്ലയാണ്. പക്ഷേ വയനാട് ജില്ലേൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടീമുണ്ട്. എന്തിനും ഏതിനും പോന്നിട്ടുള്ളൊരു ടീം അവിടെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ എമർജൻസി റെസ്പോൺസിൻ്റെ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ആ ഓരോ ടീമിലേക്കും അതിന് കൃത്യമായിട്ടുള്ള ടീം ലീഡേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ടീം ലീഡേഴ്സ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ DMO ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളൊരു തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് ടീംസ് നമ്മൾ ഉണ്ടാക്കുകയും ആ ടീംസിന് ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഫുൾ ഫ്രീഡവും കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടതും അതുപോലെ തന്നെ പൊളിറ്റിക്കലി വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മളെ അറിയിക്കുകയും നമ്മളത് ലൈസൻസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ DMO നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഡെഡ് ബോഡി മാനേജ്മെൻറ്റ് പറഞ്ഞു, നമ്മൾ FSC മേപ്പാടിയിൽ അത് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് വലിയൊരു ഇഷ്യൂ വന്നിരുന്നത് ആദ്യത്തെ ഒരു 4-5 ബോഡീസ് വന്നതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന ബോഡീസ് ഡീക്യാപിറ്റലൈസ് ചെയ്ത ബോഡീസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും കുറച്ച് കൂടുതൽ ബോഡീസ് വരും എന്നുള്ളത് ഉറപ്പായപ്പോഴാണ് ബോഡീസ് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീസേഴ്സ് എത്ര അവൈലബിൾ ആണ് ഡിസ്ട്രിക്റ്റിൽ എന്നുള്ളത് അന്വേഷിച്ച സമയത്ത് ഗവൺമെൻറ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം അന്വേഷിച്ചപ്പോൾ നമുക്ക് ജില്ലയിൽ ആകെ 15 മൊബൈൽ ഫ്രീസർ മാത്രമേ അവൈലബിൾ അല്ലായിരുന്നു നമ്മുടെ FSC മേപ്പാടിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ച സമയത്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിക്ട് കളക്ടർ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് വിവിധ ജില്ലകളിൽ നിന്നും അടുത്തുള്ള കർണാടക, തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നും നമുക്ക് ഫ്രീസേഴ്സ് മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. ഫ്രീസേഴ്സ് മോർ ദാൻ 600 ഫ്രീസേഴ്സാണ് നമുക്ക് വിത്തിൻ 2 ഡേയ്സ് മൊബിലൈസ് ചെയ്തിട്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ ഒരു കളക്ഷൻ ഏരിയ കൽപ്പറ്റയിൽ സെറ്റ് ചെയ്യുകയും അവിടുന്ന് ആവശ്യത്തിന് മാത്രം നമ്മുടെ മേപ്പാടി FSCയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തു. അതിന് പ്രകാരം നമുക്ക് എല്ലാ ബോഡീസും കൃത്യമായിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് നമ്മൾ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുൻപ് തന്നെ 16ഓളം ബോഡീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. റിലേറ്റീവ്സ് വന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെ റിലേറ്റീവ്സിന് വിട്ടുകൊടുത്തു. പിന്നെ വരുന്ന ബോഡീസ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡീസ് ആയിരുന്നു വന്നിരുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റിലേറ്റീവ്സ് വരാൻ വൈകിയിട്ടുള്ള ബോഡീസും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബോഡീസ് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയ സമയത്ത് തൊട്ടടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു APJ കമ്മ്യൂണിറ്റി ഹാളും അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് MS ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ആ 2 സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള ബോഡീസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ബോഡി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ LSTDയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ബോഡി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്യുകയും ആളുകൾ വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ നിന്ന് ബോഡി റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്താണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ മാനേജ്മെൻറ്റാണ്. കാരണം നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഹയർ ഒഫീഷ്യൽസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മീഡിയനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡിസ്ട്രിക്ട് കളക്ടർ ആണെന്നുണ്ടെങ്കിൽ സൈറ്റിലേക്ക് പോയതുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ ഓവർ ഫോൺ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഇത് മീഡിയനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചാനൽ നമുക്കില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കതിനൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റം, അതിന് പ്രത്യേകിച്ച് നമുക്കൊരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ അതിനൊരു റിപ്പോർട്ടിംഗ് ടൂളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിനെ തന്നെ സഹായം ചോദിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സ്പ്രെഡ്ഷീറ്റ്
ടൂളായിട്ട് ഉപയോഗിക്കുകയും അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ വിത്തിൻ 2 days നമ്മുടെ ആ ഒരു ഡാറ്റ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഏതൊരു ഡിസാസ്റ്റർ വരുന്ന സമയത്തും ഡെത്ത് അതുപോലെ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ആഫ്റ്റർ ഡിസാസ്റ്റർ ഒരു 2-3 days കഴിയുന്നതോടുകൂടി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരും. വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഡെത്ത് ടോൾ വരുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ലെപ്റ്റോസ്പൈറോസിസ്. അപ്പം ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഡെത്ത് നടക്കാൻ സാധ്യതയുള്ളതെന്നുള്ള രീതിയിൽ നമ്മൾ ലെപ്റ്റോസ്പൈറോസിസിൻ്റെ പ്രൊഫൈലാക്സിസും അതുപോലെ തന്നെ H1N1 വയനാട് മേപ്പാടി ഭാഗത്ത് H1N1 കേസസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് H1N1ൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സും നമ്മൾ റെസ്ക്യൂ സൈറ്റിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും നമ്മൾ ചെയ്തു. പിന്നെ ഇതിൽ ലാൻഡ് സ്ലൈഡ് ഒരു ഭാഗത്ത് മേപ്പാടി നടക്കുമ്പോൾ തന്നെ വയനാട് ജില്ലയിൽ മഴ അധികമായിട്ട് പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 100ഓളം ക്യാമ്പുകൾ, റിലീഫ് ക്യാമ്പുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു റിലീഫ് ക്യാമ്പുകളും കൂടി മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു വയനാട് ജില്ലയിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നം ബാധിക്കാൻ പോകുന്നത് സൈക്കോ സോഷ്യൽ ഇഷ്യൂസാണ്. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം 2 പയ്യന്മാർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ലാൻഡ് സ്ലൈഡായിട്ട് ഒരു ബന്ധവും ഇല്ല, അവർ വേറെ സ്ഥലത്തായിരുന്നു. പക്ഷേ ഒരാളുടെ ഫിയാൻസി ഒരാളുടെ ലവറും ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ ഇൻവോൾവ് ആയതുകൊണ്ട് 2 പേര് സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് ആ ഒരു ലാൻഡ് സ്ലൈഡിൽ എഫക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതുവരെ ആ ഒരു രീതിയിലുള്ള സൂയിസൈഡോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇഷ്യൂസിലേക്ക് പോകാതെ നമുക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ എല്ലാ ദിവസവും 5:30 ആവുന്ന സമയത്ത് റിവ്യൂസ് ഉണ്ടായിരിക്കും. എത്രയൊക്കെ നമ്മൾ ബുക്കിൽ പറയുന്ന പോലെ തന്നെയും എത്രയൊക്കെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലോസ് ഉണ്ടാവും. ആ ഫ്ലോസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിൽ റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും 5:30 ആവുന്ന സമയത്ത് നമ്മൾ മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിങ്ങിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുകയും ചെയ്തു. ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ വലിയ ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്നത്തെ ടോപ്പിക്കിൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും വയനാട് ജില്ലയെ പോലുള്ള ജില്ലയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളതും HR തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുകയും അതിന് വേണ്ടിയിട്ടുള്ള HR-ൻ്റെ പൂൾ എങ്ങനെ ലഭിക്കും എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ ടീം ഗവൺമെൻറ് അതുപോലെ തന്നെ പ്രൈവറ്റ് ആളുകൾ, സന്നദ്ധരായിട്ടുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പല ഓർഗനൈസേഷൻസും KGMOA, KGMCTA, IMA തുടങ്ങിയ സംഘടനകളും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റാഫിനെ അവരുടെ ആശുപത്രികളിൽ നിന്നും നമുക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ട് തരികയും, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിലുള്ള സ്റ്റാഫിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു എന്ന് തന്നെ പറയാം. വന്നു എന്ന് മാത്രമല്ല, നമുക്ക് വന്നു കഴിഞ്ഞ് അത്രയും നമ്മളെ സഹായിക്കാൻ ആളുകൾ വന്നപ്പം അവരെ നമുക്ക് പെരിഫറിയിലുള്ള ക്യാമ്പുകളിലേക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ട് മേപ്പാടി ഭാഗത്ത് നമുക്ക് മോർ ദാൻ ഇനഫ് ആളുകളായി. ഇനി നമുക്ക് റിലീഫ് ക്യാമ്പുകളിലേക്കാണ് ആവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യാനുള്ള അത്രയും HR നമുക്ക് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സഹായിച്ചു എന്നുള്ളതാണ്. ഫോറൻസിക് സർജൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോറൻസിക് സർജനും ഹെൽത്ത് സർവീസസ് നിന്ന് ഒരു ഫോറൻസിക് സർജൻ്റെയും പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫോറൻസിക് സർജൻ്റെ പോസ്റ്റുകളാണുള്ളത്. ഡോക്ടർ അജിത്തിനെ നമ്മൾ ഫോറൻസിക് PG ഉള്ളതുകൊണ്ട് തന്നെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡെപ്യൂട്ട് ചെയ്തുകൊണ്ട് 3 പേര് ഓൺ ബോർഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കേസസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻസ് നിൽക്കുമ്പോഴാണ് നമുക്ക് HOD കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സുജിത് സാർ വിളിക്കുന്നത്. മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സപ്പോർട്ടും ഉണ്ടാകും, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ആവശ്യമുണ്ടോയെന്നല്ല സാർ ചോദിച്ചത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്, ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും, നമുക്ക് എല്ലാ സപ്പോർട്ടും. ആ ഒരു സപ്പോർട്ട് എന്നുള്ളൊരു വാക്ക് നമുക്ക് എത്രത്തോളം ആശ്വാസവും വയനാട് ജില്ലയിലെ എല്ലാ ഈ ഫോറൻസിക് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം തീരുമാനം എടുക്കാൻ നമുക്കൊരു സപ്പോർട്ട് GMC കാലിക്കറ്റിലെ HOD-ൻ്റെ വക നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട്, അതുപോലെ തന്നെ DH മാനന്തവാടി, വിംസ് മേപ്പാടി, GMC കാലിക്കറ്റ്, DH കണ്ണൂർ, GH തലശ്ശേരി, GMC കോട്ടയം, GH കോഴിക്കോട്, GMC ആലപ്പുഴ, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തൃശ്ശൂർ ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും നമുക്ക്
ഫോറൻസിക് സർജൻസ് വന്ന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാ ആളുകൾക്കും ഈ ഒരു വേദി പ്രത്യേകമായിട്ട് നമ്മൾ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീസർ മാനേജ്മെൻ്റ് ആയിരുന്നു. ഫ്രീസർ ഞാൻ പറഞ്ഞു 15 ഫ്രീസർ മാത്രമേ നമുക്ക് ജില്ലയിലുണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടർമാരാണ് കൂടുതലും അതിലേക്ക് ഇൻവോൾവ് ചെയ്തത്. ബാക്കി കളക്ടേഴ്സിനെ ബന്ധപ്പെടുകയും നമ്മുടെ ജില്ലയിലേക്കുള്ള എല്ലാ ഫ്രീസേഴ്സും അവർ പൂൾ ചെയ്തിട്ട് നമുക്ക് കിട്ടി. മോർ ദാൻ 600 ഫ്രീസേഴ്സ് ആയിരുന്നു വന്നത്. എല്ലാ ഫ്രീസേഴ്സും നമ്മുടെ ഈ ഒരു കലാമിറ്റി കഴിഞ്ഞതിന് ശേഷം എക്സെപ്റ്റ് 1, അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ അതിൽ ഒരു മൊബൈൽ നമ്പറോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന ആളാരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വന്നിരിക്കുന്ന ഫ്രീസേഴ്സൊക്കെ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. പിന്നെ സപ്ലൈ ചെയിൻ, നമുക്ക് ഏതൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഈ സോ കോൾഡ് ഗവൺമെൻറ് സെക്ടറിലുള്ള സപ്ലൈ ചെയിൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെയും അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ DM വിംസിലേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഉൾപ്പെടെ നമ്മൾ മെഡിസിൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഡൊണേഷൻസ് ആയിട്ട് ലഭിച്ചതിൻ്റെ മുഴുവനും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോർ വെരിഫിക്കേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. എവിടെയും ഒരു കാര്യവും നമുക്ക് ഷോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് എവിടെ നിന്നാണോ കിട്ടേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആ ഒരു ഇനീഷ്യൽ പീരീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30th നമുക്കൊരു ഉച്ചവരെ നമുക്ക് എന്താണ് ഏതാണ് ആരോട് പറയണം എങ്ങനെ പറയണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻസ് നിലനിൽക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തത് LSGD ആണ്. മേപ്പാടി LSGDയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൽപ്പറ്റയും അവിടെയുള്ള മെമ്പർമാർ നമുക്ക് ഇപ്പം പോസ്റ്റ്മോർട്ടം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ള തുണി വേണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം വേണം, പ്ലാസ്റ്റിക് ബാഗ് വേണം, ഇതൊക്കെ പറയുമ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 10 minutes മേപ്പാടി ടൗണിൽ പോവുകയും അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വരികയാണ്. കടക്കാരത് തുറന്നു കൊടുക്കുന്നു, അത് എടുത്തുകൊണ്ട് വരുന്നു. പൈസ എത്രയാണോ എന്ന് ഒരു ചോദ്യങ്ങളും ഇല്ലായിരുന്നു. ആ രീതിയിൽ നമുക്ക് സപ്ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് LSGDൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം, പ്രത്യേകം ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇതിൽ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പല ടീമുകളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് HR മാനേജ്മെൻറ്റ് വരുന്ന ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ആളുകളെയും എങ്ങനെ HR റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു. ക്യാമ്പ് മാനേജ്മെൻറ്റ്, ഈ മേപ്പാടിയിലെ തന്നെ ലാൻഡ് സ്ലൈഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് വേണ്ട ആളുകൾ, ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ, മൈനർ ഇഞ്ചുറീസ് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂളുകളിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യിപ്പിച്ചിരുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ, അവിടേക്ക് വരുന്ന VIPs, അവിടേക്ക് വരുന്ന പൊളിറ്റീഷ്യൻസ്, അവിടേക്ക് വരുന്ന അതർ ക്യാമ്പിലെ ആൾക്കാർ, അതിൻ്റെ ഒരു 100-200 മീറ്റർ അപ്പുറത്തായിരുന്നു നമ്മൾ ഡെഡ് ബോഡി വെച്ചിട്ട് ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വരുന്നതിൻ്റെ എല്ലാം ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു നമുക്ക് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ട്രാൻസ്പോർട്ടേഷൻ. അത് 2 തരത്തിലുണ്ടായിരുന്നു, ആംബുലൻസിൻ്റെയും അതേപോലെ തന്നെ വെഹിക്കിൾ. CHC മേപ്പാടിക്ക് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ആംബുലൻസും നമ്മുടെ ജില്ലയിലുള്ളതും പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസസും നമ്മൾ യൂസ് ചെയ്തു. പക്ഷേ പുറത്ത്, ജില്ലേൻ്റെ പുറത്തുനിന്നുള്ള ആംബുലൻസും വന്നു. അത് MVD ആണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷൻസും സപ്പോർട്ട് ചെയ്തു. മോർ ദാൻ 500 ആംബുലൻസസാണ് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് വയനാട് ജില്ലയിലെത്തിയിരുന്നത്. ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, അതിന് വേണ്ടിയിട്ടൊരു ടീം ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ ടീം ലീഡർ ഡോക്ടർ ദാഹറായിരുന്നു. ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയിലുള്ള ഫോർമാനും അതേപോലെ തന്നെ MVDയിലെ RTO ആയിരുന്നു. മെഡിസിൻസ് ആൻഡ് കൺസ്യൂമബിൾസിൻ്റെ SVO ലീഡ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് ജില്ലയിലെ DMHP ടീമിൻ്റെ ആയിരുന്നു. വോളണ്ടിയർ മാനേജ്മെൻറ്റ് അത് നമുക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് വോളണ്ടിയർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തന്നത്. അതുപോലെ നമുക്ക് മിസ്സിംഗ് കേസസ്, ഈ ആളുകൾ എവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്, ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്, ഇതുവരെ റിക്കവർ ചെയ്യാത്തത്, ഇത്ര DNA എടുത്തു പിന്നെ അതിൻ്റെ റിസൾട്ട് എപ്പോഴും വരും, ആ ആളുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമും കൂടി നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആംബുലൻസസ് ആൻഡ് വെഹിക്കിൾ മാനേജ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളും, കാരണം വെച്ചാൽ എപ്പോഴും ഒരു സ്പോക്ക് പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇഷ്യൂസ് മാറും. കാരണം എല്ലാവരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് മീഡിയ ഹൈലൈറ്റ് ചെയ്യും, ഒഫീഷ്യൽസ് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോക്ക് പേഴ്സൺ ആയിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ മിനിസ്റ്റർ മാത്രമായിരുന്നു. മിനിസ്റ്റർ മാത്രമേ മീഡിയ ആയിട്ടും ഒഫീഷ്യൽസായിട്ടും സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ടെക്നിക്കൽ ഭാഗങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അത് മിനിസ്റ്റർ കൃത്യമായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോടും അതുപോലെ തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനോടും പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരിക ചെയ്തു.
ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ്. ഇത് മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻസ് ത്രൂ മൊബൈൽ ഫോൺ ആൻഡ് വാട്സപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എമർജൻസി റെസ്പോൺസസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ, ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ DM വിംസ് മുപ്പൻസ് മെഡിക്കൽ കോളേജാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നത്. പോസ്റ്റ്മോർട്ടം പ്രൊസീഡിങ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അത് DM വിംസിൽ ഡെത്തായിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അത് FHC മേപ്പാടിയിലേക്കും ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് പോസ്റ്റ്മോർട്ടം യൂണിറ്റ് എന്നുള്ള രീതിയിൽ വയനാട് ജില്ലയിൽ മൊത്തമായിട്ടത് പ്രൊസീഡിങ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലെസ് സിവിയർ ആയിട്ടുള്ള ആളുകളെ പിന്നെ നമ്മൾ GH കൽപ്പറ്റയിലും താലൂക്ക് ആശുപത്രി വൈത്തിരിയിൽ നമ്മൾ അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്തിരുന്നത്. പിന്നെ മൊബൈൽ ഫ്രീസേഴ്സ് ഓൾറെഡി പറഞ്ഞു. പിന്നെ ചാലിയാർ നമുക്ക് ഡെത്തായിട്ടുള്ള ആളുകളുടെ ബോഡിയും അതേപോലെ തന്നെ ബോഡി പാർട്സും നമുക്ക് കൂടുതലും കിട്ടിയത് വയനാട് ജില്ലയിൽ ബോഡി പാർട്സ് കിട്ടിയതിൽ കൂടുതൽ നമുക്ക് ചാലിയാർ റിവറിൽ മലപ്പുറം ജില്ലയിലാണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ DMO ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ കൊണ്ട് DH നിലമ്പൂരിലാണ് അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത്. അത് GMC മഞ്ചേരിയും അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജും മലപ്പുറം DMOൻ്റെ കീഴിൽ DH മാനന്തവാടിയിലായിരുന്നു കൂടുതലും പോസ്റ്റ്മോർട്ടംസ് നടത്തിയിരുന്നത്. പിന്നെ ബോഡി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നമ്പറിങ്, അത് നമ്മുടെ പോസ്റ്റ്മോർട്ടം നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഹെൽപ്പോട് കൂടി വയനാട് ചെയ്ത പോസ്റ്റ്മോർട്ടത്തിൻ്റെയും അതുപോലെ തന്നെ DH നിലമ്പൂർ ചെയ്ത പോസ്റ്റ്മോർട്ടത്തിൻ്റെയും സെപ്പറേറ്റ് ഒരു നമ്പറിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പേർട്സ് ഫോറൻസിക് സർജൻസ് അത് എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ ഫോറൻസിക് സർജൻസ് അവൈലബിൾ ആയിട്ടുള്ള DH GH താലൂക്ക് ആശുപത്രി തലത്തിലുള്ള DHS സൈഡിൽ നിന്നുള്ള ഫോറൻസിക് സർജൻസിൻ്റെ സേവനം നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് അത് കൊണ്ടുപോകാനും എവിടെയും ഒരു പരാതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. കമ്മ്യൂണിക്കൽ ഡിസീസ്, നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കൽ ഡിസീസസ് ആണ് ഏറ്റവും ഒരു ഇഷ്യൂ ആകാൻ സാധ്യത ഉണ്ടായിരുന്നത്. ചില ക്യാമ്പുകളിലെങ്കിലും H1N1 കേസസ് റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന JHS മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് H1N1 കേസസ് ഒരു 11ഓളം കേസസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് കൂടുകയും അവരുടെ പ്രോട്ടോകോൾ റിവൈസ് ചെയ്ത് തരികയും ചെയ്തു. കാറ്റഗറി A ആണെങ്കിൽ പോലും ഒസൽറ്റാമിർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാറ്റഗറി A ആണെങ്കിൽ പോലും ക്യാമ്പാണ്, ഡിസാസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയും കേസസ് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഡെത്തോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ളൊരു കേസ് വരാതെയും നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്. കാരണം എന്താ വെച്ചാൽ ഡിസാസ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ് ഉള്ള പല ആളുകളും ഇപ്പോഴും ഉറങ്ങാൻ സാധിക്കാത്ത പല ആളുകൾക്കും നമ്മുടെ സൈക്കാട്രിസ്റ്റുമാർ 4 ടീമായിട്ട് മൊബൈൽ ടീമായിട്ട് ഇപ്പോഴും അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഇടവേള, ആഴ്ചയിൽ കാണേണ്ട ആളുകളുണ്ട്, 2 വീക്സ് കൂടുമ്പോൾ ആളുകളുണ്ട്, മന്ത്ലി കാണേണ്ട ആളുകളെ അവരെ കൃത്യമായിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ബോഡി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഏരിയാസ് ആയിരുന്നു ചെയ്തിരുന്നത്. റിസപ്ഷൻ ഏരിയ ഉണ്ടായിരുന്നു, ബോഡി നമ്പറിങ് ഉണ്ടായിരുന്നു, വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു, ഇൻക്വസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു, വെരിഫിക്കേഷൻ PM നമ്പറിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം യൂണിറ്റ് നമ്മുടെ ഐസൊലേഷൻ വാർഡായിരുന്നു. പിന്നെ CPOക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു, റിലീസ് റെക്കോർഡിംഗ് കൃത്യമായിട്ട് ചെയ്തു. കമ്മ്യൂണിറ്റി ബറിയൽ ആൻഡ് ഹാൻഡിങ് ഓവർ ഈ APJ ഹാളിലും MSA ഓഡിറ്റോറിയത്തിലും വെച്ചിട്ട് നടന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ബറിയലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ നമുക്ക് വന്നിട്ടുള്ളതായിരുന്നു DNA സാമ്പിളിങ്. ഒരുപാട് പേര് മിസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ബോഡി ഐഡൻറ്റിഫിക്കേഷൻ പറ്റാത്ത കുറേ ആളുകളുണ്ടായിരുന്നു, ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ഒരു പയ്യൻ വന്ന് ഇത് എൻ്റെ ഫാദറാണെന്ന് പറഞ്ഞ് പോയി, അവനെന്തോ റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയി, തിരിച്ചു വരുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യും, അവരുടെ ഫാദറാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സൊക്കെ നമുക്ക് DNA സാമ്പിളിങ്ങിലൂടെ മാറ്റാൻ സാധിച്ചു. നമ്മുടെ ചേർച്ചിൽ കൊണ്ടുപോയിട്ട് ബറിയൽ നടത്തിയ ആളുകളെ നമുക്ക് എക്സ്ഹ്യൂമേഷൻ നടത്തി അത് ഹൈന്ദവ ആചാരപ്രകാരം ബറിയൽ നടത്തേണ്ട അവസരവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ DNA സാമ്പിളിങ് കൃത്യമായിട്ട് നടത്തുകയും ആദ്യം ചെയ്ത ഫസ്റ്റ് ഇൻക്വസ്റ്റിന് മുന്നേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത 16ഓളം കേസുകളുണ്ട് ഒഴികെ ബാക്കി എല്ലാ കേസസിനും നമുക്ക് DNA സാമ്പിൾ എടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ആ ഡിസ്പ്യൂട്ട്സൊക്കെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഫാമിലീസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 47ഓളം ആളുകൾ മിസ്സിങ് ആയതുകൊണ്ട് ഇപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെ വിളിച്ച് ചോദിച്ച സമയത്ത് ഇപ്പോഴും വീക്കിലി ഒരു ഫാദർ വരും. ആ
പുള്ളീൻ്റെ 2 കുട്ടികൾ ഇപ്പോഴും മിസ്സിങ്ങാണ്. എന്തെങ്കിലും റിപ്പോർട്ട് വന്നോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ആ ആൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പോലീസ് സ്റ്റേഷൻ, മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ. ബ്ലഡ് സാമ്പിൾസ് നമ്മളെടുത്തു. നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു, പത്തോളജിസ്റ്റ് ഹെഡ് ചെയ്തിട്ടുള്ള ടീമായിരുന്നു. അവർ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ റീജിയണൽ ഫോറൻസിക് ലാബ് കണ്ണൂരിലേക്ക് വിടുകയും. ബോഡി ഡിസ്പോസൽ റെക്കഗ്നൈസ് ചെയ്ത ആളുകളൊക്കെ നമ്മൾ എല്ലാ റെസ്പെക്റ്റോടു കൂടിയും അവർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോഡി പാർട്സ് ആണെന്നുണ്ടെങ്കിലും ചില ബോഡി പാർട്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്യാത്ത ബോഡി പാർട്സും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ബോഡീസും നമ്മളെല്ലാ റെസ്പെക്റ്റും കൊടുത്തിട്ട് ബറിയൽ നടത്തുകയാണ് ചെയ്തത്. നമ്മുടെ ഒരു ഇമ്പാക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഇത്രയും പേരാണ്. നമ്മൾ ആശുപത്രികളിലായിട്ട് 631 പേരെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ഓട്ടോപ്സി ചെയ്തത് 231 ആണ്. അതിൽ 103 മെയിൽ, ചിൽഡ്രൻസ് 36 ആൻഡ് ഫീമെയിൽസ് 92. ബോഡി പാർട്സ് 222 ആണ്. 222 ബോഡി പാർട്സിൽ നമ്മൾ DNA സാമ്പിളിംഗ് നടത്തി ചോദിച്ച സമയത്ത് 16ഓളം ബോഡി പാർട്സ് ഒരാളത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ്സ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടതിൽ നമ്മൾ 91 DNA സാമ്പിൾസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു ടീമാണ്, മിനിസ്റ്ററാണ് സെൻട്രലിൽ നിൽക്കുന്നത്, DHS, അതേപോലെ തന്നെ SMD, DMO, DPM, ഒരു ടീം ADHS പബ്ലിക് ഹെൽത്ത് ഒക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പിക്ചറിലുള്ളത് DPM, DMO, മിനിസ്റ്റർ, അതുപോലെ തന്നെ DMO ISM ആൻഡ് DMO ഹോമിയോ ആണ് ഉള്ളത്. ഇത് വൈത്തിരിയിൽ നമ്മളൊരു ഫ്രീസർ, നമ്മുടെ അവിടെ പുതിയൊരു ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്രീസർ, ഇത്രയും 15 ഫ്രീസർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് എങ്ങനെ ഇത്രയും ബോഡീസും ബോഡി പാർട്സും സൂക്ഷിക്കുമെന്നുള്ളത് കണ്ടപ്പം ഈ ഫ്രീസർ നമ്മുടെ എയർ കണ്ടീഷൻ അസോസിയേഷൻ ഉണ്ട്, ആ അസോസിയേഷൻ്റെ ആളുകൾ വന്നിട്ട് നമ്മളൊരു ഫ്രീസർ സെറ്റ് ചെയ്ത് തരാം. അപ്പം നമ്മൾ പറഞ്ഞ ആവശ്യം നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബോഡിക്ക് എന്തെങ്കിലും ഒരു ഡീകമ്പോസിഷൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ആവും എന്നുള്ളത് പറഞ്ഞപ്പം അവരത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവരുടെ സ്വന്തം വകയിൽ അവരത് ചെയ്തു. അവർക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പല ഒഫീഷ്യൽസും നമ്മളോട് അതിനൊരു സംശയം പ്രകടിപ്പിച്ചു. കാരണം ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ എയർ കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും അതിൻ്റെ താഴെ ഉള്ള ടെമ്പറേച്ചർ വരെ അവർക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ സാധിക്കില്ല എന്ന് പറയുമെങ്കിലും അവരവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിലും താഴെ ടെമ്പറേച്ചർ ആക്കി ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു ഇതിൽ വന്നു. നമ്മുടെ ബോഡി പാർട്സ് എല്ലാം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ അവരുണ്ടാക്കിയിട്ടുള്ള ഫ്രീസറിൽ ഡീകമ്പോസ് ചെയ്യാതെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാനും സാധിച്ചു. ഇതാണ് ബെയിലി ബ്രിഡ്ജ്. എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ബെയിലി ബ്രിഡ്ജ് വരുന്ന അതിലൂടെ വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നേരിട്ടൊരു ഏറ്റവും വലിയൊരു ചലഞ്ച്, ഈ ബെയിലി ബ്രിഡ്ജ് വന്നതോടുകൂടി അവിടേക്ക് ആക്സസ് കൂടി. അപ്പം നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് മോർ ദാൻ 400 ഡെഡ് ബോഡീസ് റിക്കവർ ചെയ്യാൻ പോവുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഒരു പോസ്റ്റ്മോർട്ടം യൂണിറ്റും കൂടി സെറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം ഈ ചുരൽമലയുടെ തൊട്ടടുത്തുള്ള ചുളുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മദ്രസയിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് സെറ്റ് ചെയ്യുകയും അവിടേക്കുള്ള ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ള HR നമ്മൾ അങ്ങോട്ടേക്ക് ഡെപ്യൂട്ട് ചെയ്യുകയും ഓർഡർ എല്ലാം റെഡിയാക്കി നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു റിക്കവറി കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്, കൂടുതൽ ബോഡീസ് റിക്കവർ ചെയ്യുന്ന സമയത്ത് മാത്രം തുടങ്ങിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് യൂണിറ്റ് ഓഫ് പോസ്റ്റ്മോർട്ടം യൂണിറ്റ് നമുക്ക് തുടങ്ങേണ്ട ഒരു ആവശ്യം പോലും വന്നില്ല. ആ ഒരു 10 ബെഡഡ് ഐസൊലേഷൻ വാർഡിൽ വച്ചിട്ട് നമുക്ക് എല്ലാ കേസസും നമുക്ക് ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഫസ്റ്റ് ഡേ നമ്മൾ 30th മോർണിംഗ് നമുക്കൊരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബോഡി വന്നിട്ടുണ്ട്. ആ ബോഡി മുതൽ നെക്സ്റ്റ് ഡേ ഒരു 3 മണി വരെ നമ്മൾ 94 ഡെഡ് ബോഡീസാണ് ഓട്ടോപ്സി ചെയ്തത്. അതിന് നമ്മുടെ ഫോറൻസിക് സർജൻസിനോട് ഏറ്റവും കടപ്പാടുണ്ട്. കാരണം വെച്ചാൽ അറ്റ് എ സ്ട്രെച്ച് അവർ ഭക്ഷണം കഴിച്ചോ എന്നുള്ളത് പോലും അവരോട് തന്നെ നേരിട്ട് ചോദിക്കണം. കാരണം വെച്ചാൽ നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. 93 പോസ്റ്റ്മോർട്ടംസ് ആണ് ഒരു രാവിലെ 6 മണി മുതൽ പിറ്റേന്ന് 3 മണി വരെ ഒരു കണക്കിൽ 94 അറ്റ് എ സ്ട്രെച്ച് അവർ ചെയ്തത്. അപ്പോൾ അതിന് വളരെയധികം നന്ദി. ഈ എല്ലാവരെയും ഒരുമിച്ച് പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും പോകുന്ന സമയത്ത് പേഴ്സണലിയും അതേപോലെ തന്നെ ഓരോരോ ടീമായിട്ടും നമ്മുടെ നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഇപ്പോഴാണ്. 10 മിനിറ്റ്സ് കൂടുതലെടുത്തു. 20 മിനിറ്റ്സാണ് എനിക്ക് അലോട്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു ഫോറൻസിക് ടീം, ഞങ്ങളുടെ വയനാടിനെ, ചെറിയ കൊച്ചു ജില്ലേനെ
സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു. One question, sir. Were all the recovered bodies identified? Were all the recovered bodies identified? No. Recovered bodies. No. Were all of them identified? ഇല്ല പറ്റിയിട്ടില്ല. ഇല്ല. എത്ര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി? നമ്മൾ DNA സാമ്പിൾ വെച്ചിട്ട് നമുക്ക് 231 ആണ് പറ്റിയത്. 231 ബോഡീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. I invite the chairpersons to give memento to the speaker. I now invite Dr. Srijitra P. Karipuram, Assistant Professor, Department of Forensic Medicine, Government Medical College, Kottayam, to present the mementos to the chairpersons.